ദുബായിലെ ഇടുക്കി ജില്ലക്കാരായ UDF പ്രവർത്തകരുടെ നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആദ്യഘട്ടത്തിന് തുടക്കമായി. ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. ദുബായ് ഇൻകസ് ഇടുക്കി കമ്മിറ്റി സംഘടിപ്പിച്ച ക്രിസ്മസ് പുതുവത്സര ആഘോഷ വേദിയിലാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിലുള്ള ക്യാമ്പയിന്റെ പൊതുവേദിയായി മാറിയത്. ജയ്ഹിന്ദ് TV മിഡിൽ ഈസ്റ്റ് എഡിറ്റോറിയൽ ഹെഡ് എൽവിസ് ചുമാറിന്റെ റിപ്പോർട്ടിലേക്ക്. ഇടുക്കിയുടെ MP ജനകീയനായ MP ഡീൻ കുര്യാക്കോസ് നമ്മളൊപ്പം ചേരുകയാണ്. നമസ്കാരം, ജയ്ഹിന്ദ് TVയിലേക്ക് സ്വാഗതം. ഇടുക്കിയുടെ പുതുവർഷ ക്രിസ്മസ് ആഘോഷമാണെങ്കിൽ കൂടി കടൽ കടന്നുള്ള കേരളത്തിലെ പ്രവാസികളുടെ തെരഞ്ഞെടുപ്പ് ആവേശത്തോടെയാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. എങ്ങനെ വിലയിരുത്തുന്നു? പ്രവാസ ലോകത്തെ ഒരുക്കങ്ങൾ എങ്ങനെ അടയാളപ്പെടുത്തുന്നു? കേരളം ഒരു രാഷ്ട്രീയ മാറ്റത്തിന് തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഫലം. 38% വോട്ടുകൾ നേടിക്കൊണ്ട് ഐക്യജനാധിപത്യ മുന്നണി ഐതിഹാസികമായ ഒരു മുന്നേറ്റമാണ് കേരളത്തിൽ നടത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതേപോലെ തന്നെ റിസൾട്ട് പ്രതിഫലിക്കും എന്നുള്ളതിൽ സംശയമില്ല. 100 സീറ്റിലധികം വരുന്ന ഒരു വലിയ മുന്നേറ്റമാണ് ഐക്യജനാധിപത്യ മുന്നണി പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ അലയൊലികൾ എന്ന് വെച്ചാൽ ആ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ അലയൊലികൾ ലോകത്തെമ്പാടും ഉണർന്നിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് പ്രവാസി ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പ് മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ എന്നുള്ളത് നമുക്കെല്ലാവർക്കും ആവശ്യമുള്ളൊരു കാര്യമാണ്. ഇടുക്കി ജില്ലാ കമ്മിറ്റിയും ആ വിധത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടന്നിരിക്കുന്നു. മറ്റൊന്ന്, കേരളത്തിൻ്റെ വലിയൊരു മാറ്റ പ്രതീക്ഷയുണ്ട്. UDFൻ്റെ വലിയൊരു ജാഥ ഒരു മാസത്തെ യാത്രയ്ക്ക് ഒരുങ്ങുകയാണ് കേരളവും. പ്രവാസ ലോകത്ത് ഒരുപാട് പേര് യാത്രയിൽ പങ്കെടുക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എങ്ങനെയാണ് അത് വിലയിരുത്തുന്നത്? കേരളത്തിന് വലിയൊരു മാറ്റത്തിന് കൂടിയാണോ UDFൻ്റെ ഒറ്റക്കെട്ട ഒരു യാത്രയെ കാണുന്നത്? UDF നേതൃത്വത്തിൽ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര അത് അക്ഷരാർത്ഥത്തിലൊരു പുതുയുഗ യാത്രയായി മാറുമെന്നുള്ളതിൽ സംശയമില്ല. ഒരു പുതിയ യുഗമാണ് കേരളം ഇന്ന് ആഗ്രഹിക്കുന്നത്. 10 വർഷക്കാലം പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായപ്പോൾ സമസ്ത മേഖലയും തകർത്ത് തരിപ്പണമാക്കിയ ഒരവസ്ഥയാണ് നിലനിൽക്കുന്നത്. ഒരു മേഖലയിലും ആശ്വാസകരമായൊരു നടപടിയില്ല, വികസനപരമായ പുരോഗതിയില്ല. ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ നടത്തിയതാണ് എന്ന് മേനി നടിക്കുകയാണ്. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് നാഷണൽ ഹൈവേ ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ട് അത് ദേശീയ ഗവൺമെൻറ് ഓരോ കാലങ്ങളിൽ ചെയ്യുന്നതാണ്. മുൻ UPA ഗവൺമെൻറ് തുടങ്ങി വെച്ച ദേശീയപാത വികസനം അത് തുടർന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി കേരളത്തിലും ദേശീയപാത വികസനം നടന്നിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെയാണ് ഈ സംസ്ഥാന ഗവൺമെൻറ് മുഖ്യമന്ത്രിയായി അവർ വലിയ തോതിലുള്ള അവകാശവാദങ്ങൾ മുഴക്കുന്നത്. യാതൊരു തരത്തിലുമുള്ള നടപടികളും ഈ ഗവൺമെൻറ് വികസന കാര്യത്തിൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഗവൺമെൻറ് മാറണമെന്നുള്ളത് ജനാധിപത്യ മതേതര വിശ്വാസികളായിട്ടുള്ള മുഴുവൻ മലയാളികളുടെയും ആഗ്രഹമാണ്. അപ്പോൾ ആ തരത്തിൽ ഉയർന്നു വരുന്നിട്ടുള്ള പ്രതിഷേധ ശബ്ദങ്ങളെ കോർത്തിണക്കിക്കൊണ്ടാണ് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള പുതുയുഗയാത്ര കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുന്നത്. ഒരു മാസക്കാലം ദൈർഘ്യമേറിയ 140 അസംബ്ലി നിയോജക മണ്ഡലത്തിലും സന്ദർശനം നടത്തിയിട്ടുള്ള ഐതിഹാസികമായിട്ടുള്ള ഒരു ജനകീയ മുന്നേറ്റമായി ഈ യാത്ര മാറും എന്നുള്ളതിൽ സംശയമില്ല. അപ്പോൾ ഇടുക്കിക്കാരുടെ കടൽ കടന്നുള്ള തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലൂടെയാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. ദുബായിൽ നിന്ന് ക്യാമറ ധനേഷിനൊപ്പം എൽവിസ് ചുമാർ, ജയ്ഹിന്ദ് ന്യൂസ്. One anchor every week, 20 years, 1,000 episodes on one TV channel. Middle East This Week, an Elvis Chumar TV show. Exclusively on Jayhind TV. Stay tuned for the 1,000 countdown.